എടാ എവിടെ പോണ്ടാ നിങ്ങള്? ഒരു വീട്ടില് 3 കുട്ടികൾക്ക് ഒരേ ദിവസം പോളിയോ എടുക്കുന്നല്ലേ? അപ്പൊ നമുക്ക് പോളിയോ വിശേഷങ്ങൾ പോളിയോ എടുത്തിട്ട് കാണാന്നല്ലേ? ടാറ്റ പറഞ്ഞേ, പമ്മിക്ക് ടാറ്റ പറഞ്ഞേ. ടാറ്റ 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 എങ്ങനെ ടാറ്റ? ആ ടാറ്റ. ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ കാണാം ടാറ്റ അല്ലേ? അറ്റാത്ത വീഡിയോ കാണുന്നത് കുഞ്ഞിപ്പെണ്ണ് കൂടിയൊക്കെ കഴിഞ്ഞെന്ന്. ആ നാളെ സ്കൂളിൽ പോണ്ടേ എനിക്ക്? കൂട്ടുകാരുടെ പേരെന്തിരിക്കാ പറഞ്ഞേ? ചേച്ചി അനിയത്തി അച്ചാച്ച മേടിച്ച സാധനം ഇട്ടുണ്ടോ? ചാച്ചയല്ല, സൂപ്പർ മോഡൽ ഷാടനങ്ങടാണ്. കൊറേന്ന് അമ്മച്ചിയുടെ കൈമേ പിടിക്കണ്ട്. ആ കുഞ്ഞാറ്റന്നെ നടക്കരുത്. അവളില്ലയോ 5? അതെങ്ങനെയാ? നമ്മുടെ വീട്ടിലെ 3 കുഞ്ഞുങ്ങൾക്കും ഇന്ന് ഒരുമിച്ചാണ് നമ്മൾ പോളിയോ തുള്ളിമരുന്ന് എടുക്കാൻ പോവാണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അങ്കണവാടിയിലാണ് പോളിയോ എടുക്കാൻ പോകുന്നത്. ആ തരും. ഇല്ല 6 മാസം 6 കഴിഞ്ഞു. കൊച്ചിനില്ലേ? അപ്പൊ ഇപ്പൊ കൊണ്ടുപോയി ഒരു വീഡിയോ എടുത്തിട്ട് നാളെ ചെയ്യുന്ന പോം ചെയ്യാൻ പറ്റും. കൊച്ചു കൈ കാണിച്ചേ. അപ്പനും മോള് ഇരി മാറിയിരിക്കാനടി. ഹായ് ഹായ്. വായ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ഇങ്ങോട്ട് ചെയ്യാം നമുക്ക്. ഔട്ട് ചെയ്യാം. ഓട്ട് 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 ഓട്ട്. കാച്ചു കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. ഞങ്ങള് മരുന്ന് കുടിക്കാൻ ഇഷ്ടാ ഞങ്ങക്ക്. എടുത്ത് ഞാൻ പിന്നെ പോളിയോ എടുത്തു കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അനിയത്തിയും കുഞ്ഞും അവരുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവരെ യാത്ര അയക്കാനുള്ള പരിപാടികളും നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ അവർക്ക് പോകാനുള്ള വണ്ടി വന്നു, സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചത് എല്ലായിടത്തും കാറി കയറ്റി. പക്രൂന്റെ കൈ കൊടുത്ത് കണ്ടുപിടിക്കാഞ്ഞേ ഞാനിനി തിരുവനന്തപുരത്തോളാ വിളിച്ചാൽ വിളിക്കിട്ടാ. അവളും പിള്ളേരും കെട്ടിയനെ അവരെ പറഞ്ഞയച്ചിട്ട് ഞങ്ങളൊരു ഉച്ചയോടെ ഞങ്ങളും ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.